എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കള്ളക്കർക്കിടകത്തിലെ നാട്ടുവൈദ്യങ്ങൾ എന്ന സീരീസിൻ്റെ 3ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകത്തിൻ്റെ പെയ്തൊഴിയാത്ത തണുപ്പിൽ നിന്ന് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാനും ഉള്ളിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാനും നമ്മുടെ പൂർവികർ ഔഷധക്കഞ്ഞിയിൽ ചേർത്തിരുന്ന ഒരു വിശിഷ്ട ദശപുഷ്പമാണ് വിഷ്ണുക്രാന്തി. പച്ചപ്പുല്ലുകൾക്കിടയിൽ നീല നിറത്തിലുള്ള കുഞ്ഞുപൂക്കളുമായി വളരുന്ന ഈ ചെടി ആയുർവേദത്തിൽ ബുദ്ധിയും ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മികച്ചൊരു മേധരസായനമാണ്. തലച്ചോറിലെ ഞരമ്പുകളെ ഉണർത്തുന്നതിനൊപ്പം ശരീരത്തിലെ അമിതമായ ചൂട് കുറയ്ക്കാനും കർക്കിടകത്തിൽ വിരുന്നെത്തുന്ന പനി, വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട് എന്നിവയ്ക്ക് ശമനം നൽകാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. നാഡീവ്യൂഹത്തെ ശാന്തമാക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറച്ച് നല്ല ഉറക്കം നൽകാൻ സഹായിക്കുന്ന വിഷ്ണുക്രാന്തി വേരും പൂവും അടക്കം സമൂലമാണ് കഴുകി വൃത്തിയാക്കി കർക്കിടകക്കഞ്ഞിയിൽ നീരെടുക്കാൻ ഉപയോഗിക്കുന്നത്. വിഷ്ണുക്രാന്തിയെക്കുറിച്ച് മനസ്സിലായല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ദശപുഷ്പങ്ങളുടെ 2ാമത്തെ ചെടിയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.